എബ്രായ ലേഖനകർത്താവ് 6-ാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യത്തിൽ ഇങ്ങനെ പ്രബോധിപ്പിക്കുന്നു: ലെറ്റ് us go on and become mature in our understanding. പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നമ്മുടെ ധാരണകളിൽ പക്വത ഉണ്ടായിരിക്കണം. എന്നാൽ ഇന്ന് ആത്മീയരെന്ന് പറയുന്നവരിൽ പോലും പക്വതയില്ലായ്മ കാണുവാൻ കഴിയും. ആത്മീയത്തിൽ വളരെ പ്രായമായവരിൽ പോലും ശിശുസഹജമായ ചിന്തകളും ഇടപെടലുകളും സംസാരങ്ങളും കാണുവാൻ കഴിയും. മെച്യൂരിറ്റി ഡസൻറ്റ് കം വിത്ത് ഏജ്. പക്വത എന്നത് പ്രായത്തിനനുസരിച്ച് വരുന്നതല്ല, പകരം യേശു കർത്താവിൽ വളരുന്നതിലൂടെ പ്രാപ്യമാക്കുന്നതാണ്. തിരുവചനം പറയുന്നു, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം: കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവീൻ. ചുരുക്കത്തിൽ, ആത്മീയ പക്വത സമം ക്രിസ്തുവിനെ പോലെയാകുക. നമ്മെല്ലാവരും ആത്മീയത്തിൽ പൂർണ്ണ പക്വത പ്രാപിച്ചുവോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും ഉത്തരം. കാരണം നാം ഓരോ ദിവസവും ക്രിസ്തുവിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നാം ക്രിസ്തുവിനെ മുഖാമുഖം കാണുന്നതുവരെ അത് തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ യേശു കർത്താവാണ് നാം പക്വത പ്രാപിക്കുന്നതിനുള്ള മാനദണ്ഡം. നമ്മൾ മിക്കപേരും ക്രിസ്തുവിനെ പോലെയാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും അവിടെ എങ്ങനെ എത്തിച്ചേരണമെന്നറിയില്ല. ദൈവം ഉദ്ദേശിച്ചതുപോലെ, അല്ലെങ്കിൽ ദൈവവചനം നിർദ്ദേശിക്കുന്നത് പോലെ നാം യഥാർത്ഥത്തിൽ ക്രിസ്തു സാദൃശ്യത്തിൽ വളരുകയാണോ എന്ന് പലർക്കും അറിയുകയില്ല. ഇവിടെയാണ് സ്പിരിച്വൽ ഡിസിപ്ലിൻ, ആത്മീയ അച്ചടക്കത്തിന് പ്രാധാന്യതയേറുന്നത്. തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം: ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ക്രിസ്തുവിലുള്ള ഏകാഗ്രതയിലൂടെയും നമ്മുടെ ദൈനംദിന അനുസരണത്തിലൂടെയും വിശ്വാസത്തിൻ്റെ തത്വങ്ങൾ പ്രവർത്തിക്കുന്ന അച്ചടക്കത്തിലൂടെയുമാണ് നമ്മുടെ ആത്മീയ വളർച്ച പുരോഗമിക്കുന്നത്. ഇത് ഓരോ ദിവസത്തെയും സമർപ്പണത്തിലൂടെ ആരംഭിക്കുന്നു. നാം ക്രിസ്തുവിന് കൂടുതൽ കീഴടങ്ങുമ്പോൾ നാം സ്വയം താഴുകയും ക്രിസ്തു നമ്മിൽ ഉയർത്തപ്പെടുകയും തന്നിമിത്തം അത് നമ്മെ ആത്മീയ പക്വതയിലേക്കും നയിക്കുന്നു. ഓസ്വേൾഡ് ചേംബേഴ്സ് പറഞ്ഞതത്രേ: സ്പിരിച്വൽ മെച്യൂരിറ്റി ഈസ് നോട്ട് റീച്ച്ഡ് ബൈ ദി പാസിംഗ് ഓഫ് ദി ഇയേഴ്സ്, ബട്ട് ബൈ ഒബീഡിയൻസ് ടു ദി വിൽ ഓഫ് ഗോഡ്. ആത്മീയ പക്വത കൈവരിക്കുന്നത് വർഷങ്ങൾ കടന്നു പോകുമ്പോഴല്ല, മറിച്ച് ദൈവഹിതത്തോടുള്ള അനുസരണത്തിലൂടെയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.